സർവം കൃഷ്ണാർപ്പണമസ്തു. വാദ്യമേളങ്ങളില്ലാത്ത, വെടിക്കെട്ടില്ലാത്ത, മൈക്ക് സെറ്റുകളുടെ ആരവങ്ങളില്ലാത്ത ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യനൂർ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. പരീക്ഷാ വിജയത്തിനായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെത്തുന്ന വിചിത്രമായ ആചാരങ്ങളുള്ള ഈ ക്ഷേത്രവിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ ക്ഷേത്രത്തിന് പിന്നിൽ വിസ്മയിപ്പിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. പറയിപ്പറ്റ പന്തീരുകുലത്തിലെ അതികായനായ നാറാണത്ത് ഭ്രാന്തനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ ശിവനും പാർവതിയും ഒരു ശ്രീകോവിലും മഹാവിഷ്ണു മറ്റൊരു ശ്രീകോവിലും തുല്യ പ്രാധാന്യത്തോടെ വാഴുന്നു. എന്നാൽ ഭക്തർക്കിടയിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇന്ത്യനൂർ ഗണപതി ക്ഷേത്രം എന്നാണ്. സർവ്വവിഘ്നങ്ങളും നീക്കുന്ന ഗണപതി ഭഗവാനാണ് ഇവിടെ കൂടുതൽ ആരാധിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ നിശബ്ദതയാണ്. ദേവന്മാർക്ക് ശബ്ദം ഇഷ്ടമല്ലാത്തതിനാൽ ഇവിടെ വാദ്യമേളങ്ങളോ ശബ്ദമുണ്ടാക്കുന്ന ആചാരങ്ങളോ ഇല്ല. ഉത്സവത്തിന് പോലും കൊട്ടും കുരവിയുമില്ലാതെ ശാന്തമായ രീതിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മറ്റൊന്ന് ഇവിടുത്തെ ഒറ്റ നിവേദ്യമാണ്. അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന ഈ നിവേദ്യം കഴിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്ന വിശ്വാസം. പരീക്ഷാകാലമായാൽ ഇന്ത്യനൂർ ക്ഷേത്രം വിദ്യാർത്ഥികളെ കൊണ്ട് നിറയും. അതിനൊരു കാരണമുണ്ട്. ഇവിടുത്തെ പേനപൂജ. പരീക്ഷ എഴുതാൻ ഉപയോഗിക്കുന്ന പേനകൾ ഗണപതി ഭഗവാന്റെ നടയിൽ വെച്ച് പൂജിക്കുന്നത് കുട്ടികൾക്ക് മികച്ച വിജയം നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വിദ്യാരംഭത്തിന് ഈ ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. ബുദ്ധിയും അറിവും നൽകുന്ന വിദ്യാഗണപതിയായിട്ടാണ് ഇവിടുത്തെ ഭഗവാനെ ആരാധിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ പുത്തൂർ റോഡിലാണ് ഈ പുണ്യസംഗീതം സ്ഥിതി ചെയ്യുന്നത്. മാനസികമായ സമാധാനത്തിനും പരീക്ഷാ വിജയത്തിനുമായി ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ സന്ദർശിക്കണം. കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പരിപാലിക്കപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കൂ. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.